ഇതാണ് കേട്ടോ നമ്മുടെ പാടയില. ഇതാണ് നമ്മൾ താളി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ. ഈ ഒരു ഇല ഒരു കാട്ടുചെടി ആയിട്ടോ എല്ലാവരും കരുതിയിരിക്കണേ. ഈ പള്ളികളൊക്കെ ആയിട്ട് കാട് പിടിച്ച് നിൽക്കണ പോലെ എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷേ ശരിക്കും ഇതൊരു മെഡിസിനാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആൻറ്റി വൈറലായിട്ടും ആൻറ്റി ഫംഗലായിട്ടും ആക്ട് ചെയ്യണ ഒരു മെഡിസിനാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ മുടിയുടെ കേസ് വരുമ്പോൾ താരം മാറി മുടി കൊഴിച്ചിലൊക്കെ മാറിയിട്ട് മുടി നന്നായി തഴച്ച് വളരാനും, അതേപോലെ തന്നെ വേരിൽ അടങ്ങിയിട്ടുള്ള സാപ്പോണിൻ പെലോസിൻ പോലുള്ള ഘടകങ്ങൾ കഷായം ഉണ്ടാക്കാനും മരുന്നുണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പാമ്പൊക്കെ കടിച്ചു കഴിഞ്ഞാൽ വിഷം പടരാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ഇല യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അതേപോലെ തന്നെ അട്ട കടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഉണ്ടാക്കാനൊക്കെ നമ്മൾ ഈ ഇല യൂസ് ചെയ്യും കേട്ടോ. അതേപോലെ നേത്ര രോഗം, വെള്ളപ്പാണ്ട് എന്നീ അസുഖങ്ങൾക്കൊക്കെ നമ്മൾ ഈ ഇല യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരു സാധാരണക്കാരനല്ല നമ്മുടെ ഈ ഇല. അതുകൊണ്ട് തന്നെ ഞാൻ ആഴ്ചയിൽ ഒരു വട്ടം നമ്മുടെ പാടത്താളി കേട്ടോ യൂസ് ചെയ്യാറ്. നമ്മുടെ ചെമ്പരത്തി താളിനെക്കാട്ടിലും ഭയങ്കര തണുപ്പാണ് കേട്ടോ ഇത് യൂസ് ചെയ്യുമ്പോൾ. പിന്നെ അത് മാത്രമല്ല താരനാണെങ്കിലും നന്നായിട്ട് കുറയണ പോലെ എനിക്ക് ഫീൽ ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടത്തും പറയണത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ. അപ്പോൾ നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ പാടത്താളി. ആദ്യമൊക്കെ എവിടെ നോക്കിയാലും ഇതിൻ്റെ ഇലയും വള്ളിയും ഒക്കെ കാണാമായിരുന്നു കേട്ടോ. മുറ്റത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് പെട്ടെന്ന് കിട്ടാറുണ്ട്. ഇപ്പോൾ എനിക്കിത് കുറേ ദൂരെ പോയിട്ടാട്ടോ കിട്ടിയത്. അത് തന്നെ ഞാൻ ഒരു വട്ടം കണ്ടു വെച്ചിട്ട് ഞാൻ പോയി പറിച്ചതാണ്. അപ്പോൾ ഇപ്പോൾ അധികം ഈ ഇലയും കാണാറില്ല. അപ്പോൾ നിങ്ങൾ അവിടെയൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഈ ഇല വള്ളിയിൽ നിന്ന് വേർപെടുത്തിയിട്ട് കഴുകിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നുമില്ല, ഭയങ്കര സിമ്പിളാണ്. ഇനി നമ്മളിതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക അത്ര വേണ്ടത്. നമ്മുടെ ചെമ്പരത്തി താളിയൊക്കെ ഉണ്ടാക്കണ പോലെ ഒരു തരത്തിലുള്ള പണികളൊന്നും ഇല്ല കേട്ടോ. ഇത് അരയ്ക്കണ്ട, ഇത് പിഴിയണ്ട, ഇത് വേറെ എന്താ പറയുക അരിച്ചെടുക്കണ്ട, ഒന്നും ചെയ്യണ്ട. നമ്മുടെ തലയിൽ ചെമ്പരത്തി താളിയൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ പിരിപിരി തന്നെ പൊടിയൊക്കെ ഇരിക്കില്ലേ, അങ്ങനത്തെ ഒരു പ്രശ്നവും വരില്ല കേട്ടോ. അതേപോലെ ഇത് കല്ലിലിട്ടിട്ടോ മിക്സിയിലിട്ടോ ഒന്നും അരയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വെറുതെ കൈ കൊണ്ട് ഇങ്ങനെ ഞെരടി കൊടുത്താൽ മതി കേട്ടോ. ഇല എല്ലാം കൂടി എടുത്തിട്ട് അങ്ങനെ ഞെരടി കൊടുത്താൽ തന്നെ ഇത് വേഗമാവും. ഇനി വലിയ പണിയൊന്നുമില്ല. ഇതുപോലെ നന്നായിട്ട് നമ്മുടെ ഇല ഈ വെള്ളത്തിലിട്ട് ഇങ്ങനെ ഞെരടി 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 ഞെരടിയിട്ട് ലാസ്റ്റ് ആകുമ്പോഴേക്കും ഇതിൻ്റെ ഉള്ളത്തെ നീരൊക്കെ പോയിട്ട് ഇങ്ങനെ ഇലയൊക്കെ ചണ്ടിയായിട്ട് പോകും കേട്ടോ. അപ്പോൾ നമ്മൾ ആ ചണ്ടിയൊക്കെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. അരിക്കേണ്ടൊന്നും ഒരു ആവശ്യം വരില്ല. ഈ ഒരു താളി ഇരിക്കുന്തോറും കട്ടി വെച്ച് വരും കേട്ടോ. അപ്പോൾ ഭയങ്കര കട്ടി വെക്കേണ്ട, എന്നാലും ഒരു ഇത്തിരി കട്ടി ആകുമ്പോഴാട്ടോ ഞാൻ എപ്പോഴും ഇത് യൂസ് ചെയ്തെടുക്കുക. അപ്പോഴാണ് നന്നായി തണുപ്പാവുക അത്. ഇപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഭാഗമായിട്ടോ ഈ ഒരു ടൈം ആകുമ്പോഴാണ് നമ്മൾ തലയിൽ തയ്ക്കാൻ വേണ്ടി എടുക്കുമ്പോൾ അങ്ങനെ വല്ലാണ്ട് കട്ടിയാവും ചെയ്യരുത്. ഇത് ഇനി ഇരുന്നാൽ ഇനിയും കട്ടി പിടിക്കും. അപ്പോൾ വല്ലാണ്ട് കട്ടിയാവരുത്. ഇത്രയൊക്കെ ആകുമ്പോൾ നമ്മുടെ തലയ്ക്കെടുത്ത് യൂസ് ചെയ്യാം കേട്ടോ. ഭയങ്കര തണുപ്പാണ്, നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഇപ്പോൾ നിങ്ങൾ നോക്കി നോക്ക്, നമ്മുടെ ചെമ്പരത്തി താളിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എത്ര അരിച്ചാലും നമ്മൾ പിരിപിരുന്നന ആ ഒരു ഇലയുടെ പൊടി ഉണ്ടാവും. ആ ഇലയുടെ പൊടി നമ്മൾ താളി ഇട്ട് കഴിഞ്ഞാലും നമ്മുടെ തലയിൽ ഇങ്ങനെ നിൽക്കും. എനിക്കൊക്കെ അങ്ങനെ നിൽക്കാറുണ്ട് കേട്ടോ. എൻ്റെ അത്യാവശ്യം കേളി ഹെയർ ആയിരുന്നു പണ്ട്, അപ്പോഴൊക്കെ ഭയങ്കരമായിട്ട് നിൽക്കുമായിരുന്നു. പക്ഷേ ഇത് നോക്കുക, അങ്ങനത്തെ ഒരു പ്രശ്നവും. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. വലിയ പണിയൊന്നുമില്ലല്ലോ, വെറുതെ ഇങ്ങനെ വെള്ളത്തിലിട്ട് ഞെരടിയാൽ തന്നെ ഈ താളിയാവും. പിന്നെ ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ വെച്ചെങ്കിൽ ഇതേപോലെ ആവും. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ടൈം വേസ്റ്റ് ആയെന്ന് എന്തായാലും തോന്നില്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്